ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലപ്പുറം കിച്ചൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്പൈസി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനുള്ളൊരു ഗ്രേവിയാണ്. നല്ലൊരു കോമ്പിനേഷനായിരിക്കും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള പീസസ് ആയിട്ടാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്യേണ്ടത്. ബോൺസോട് കൂടിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പീസ് ആക്കുകയും ചെയ്യരുത്, ഓവറായിട്ട് ചെറുതാക്കുകയും ചെയ്യരുത്. ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കുറച്ച് വിനെഗർ, അത് 3 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം സോയാ സോസ്. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും ഉപ്പും സോയാ സോസും വിനെഗറും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് നല്ല ഉപ്പും വിനെഗറൊക്കെ ഒന്ന് പിടിക്കട്ടെ. അരമണിക്കൂറിന് ശേഷം ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വേവണം, ഒന്ന് ഫ്രൈ ആവണം, എന്നാലേ നമ്മളെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് 2 ബാച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം 2 പ്രാവശ്യമായിട്ട് ഇത് ഫ്രൈ ചെയ്യേണ്ടി വരും, എന്നാലത് നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഇത് ഒരു ബാച്ച് ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തതിന് ശേഷം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രേവി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ട് വേണം ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോഴേ നമ്മളെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആയി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ, ആ സെയിം ഓയിലേക്ക് തന്നെ ഒരു 6 മീഡിയം സൈസ് സവാള ചെറിയ പീസസായി, ഇത്ര പോകുന്ന പീസസായിട്ട് കട്ട് ചെയ്തത്. നല്ല പൊടിയായിട്ട് അരിയാൻ പറ്റുന്ന എത്രത്തോളം അത്രയും പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല 6 മീഡിയം സൈസ് സവാളയാണ് ഞാൻ 1 കിലോ ചിക്കനിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. സോഫ്റ്റായിട്ട് നല്ല പോലെ ഒന്ന് കുഴഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരണം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മൾ സവാള നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് ഒന്ന് നല്ല അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറണം. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം നല്ലൊരു കളറും നല്ല കുറച്ച് എരിവും വേണം. നമ്മൾ സ്പൈസി ഗ്രേവിയാണല്ലോ ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മളെ ഫ്രൈഡ് റൈസിലേക്ക് ആണ് ഞാൻ ഇപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ ഉള്ളൊരു ഗ്രേവിയാണിത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ, നല്ലൊരു ഇതുണ്ടാവുള്ളൂ. അപ്പം എന്നിട്ട് അതിൻ്റെ ഒരു മണം കൂടി മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുത്തത്, ടൊമാറ്റോ സോസ് അല്ല. എനിക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കില്ല. ഇതിലേക്ക് സോയാ സോസും ചില്ലി സോസും, റെഡ് ചില്ലി സോസുമാണ് ഒഴിച്ചു കൊടുക്കൽ. അപ്പോൾ റെഡ് ചില്ലി സോസ് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചിക്കന് മസാല തേച്ച് വെച്ചപ്പോൾ നമ്മൾ സോയാ സോസും വിനെഗറും ഉപ്പിട്ടിട്ടാണ് മസാല തേച്ച് വെച്ചത്. അപ്പോൾ ആ ചിക്കനിൽ ഉണ്ടാവുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിവാക്കരുത്. ഞാൻ ഫസ്റ്റ് പറയാൻ മറന്നു പോയതാണ്. അത് ആ പാത്രത്തിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ പുറമെ പിന്നെ ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എണ്ണ മുകളിലായിട്ട് തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ അതും കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഫ്രൈഡ് റൈസിലേക്കാണ് സാധാരണ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കാറ്.
അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ, ചിക്കൻ പീസസിലൊക്കെ നമ്മളെ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം അത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കറി ഒന്നും കൂടി തിക്കായി വരും, നല്ലൊരു ഗ്രേവി ആവും. എന്നിട്ട് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കതുപോലെ. ഞാനിപ്പോൾ തീ സിമ്മിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒന്ന് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മളെ കറി നല്ലൊരു ഒന്നും കൂടി ഒരു തിക്കായി വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മല്ലിയില ആഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ മല്ലിയിലയുടെ ആ പച്ച കളർ മാറാൻ പാടില്ല. പച്ച കളർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ മല്ലിയില ആഡ് ചെയ്തത്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനത് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനുള്ളൊരു ഗ്രേവി ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെ നന്ദി.